കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നേരത്തെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്ന CPMൻ്റെ മെമ്പർ, അദ്ദേഹം 50 കൊല്ലമായിട്ട് മെമ്പറാണ്, വി കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു CPMനെ കുറിച്ച്. അതിലേറ്റവും ആദ്യം വാർത്ത വന്നത് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം വിനു വി ജോണിൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് ഈ വി കുഞ്ഞികൃഷ്ണനുമായിട്ട് എടുത്തത്. അപ്പോൾ അതിനുശേഷം ഇന്നത്തെ മനോരമ പത്രത്തിലും അദ്ദേഹവുമായിട്ടുള്ള ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, കൂടാതെ വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. അത് 1 കോടി രൂപയിലേറെ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അതായത് പയ്യന്നൂരിൽ നിന്നുള്ള CPM MLAയും അതുപോലെ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായിട്ടുള്ള TI മധുസൂദനൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ 2021 ജയിച്ച ഒരാളാണ്. 49,780 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹം 1 കോടി രൂപയിലേറെ തട്ടിയെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ആ തട്ടിയെടുത്തത് എങ്ങനെയാണെന്നുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. എന്നിട്ട് എൻ്റെ അഭിപ്രായം കൂടി പറയാം. കാരണം ഇതെല്ലാം തന്നെ മാധ്യമങ്ങളിൽ, ഇപ്പോൾ മനോരമയിൽ ഏതാണ്ട് ഇന്ന് 1 പേജോളം ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്, വിവിധ പേജുകളിലായിട്ട്. ആദ്യം അര പേജാണ്, നിങ്ങൾക്ക് കാണാം. 1 കോടി രൂപയിലേറെ തട്ടിയെടുത്തു എന്ന് പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു വാർത്ത ഇതിൻ്റെ അകത്തുകൂടി കൊടുത്തിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ വലിയ വാർത്തയാണ്. കുഞ്ഞികൃഷ്ണൻ പുറത്താകും എന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞൊരു വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 വാർത്തകളും എല്ലാം തന്നെ മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ പിടിച്ചുകൊണ്ട് വന്നേക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാൻ നിരവധി വീഡിയോകളും കണ്ടിരുന്നു. അപ്പോൾ അതിൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയൊക്കെ, അതായത് ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാരേക്കാളൊക്കെ വലിയ കൊള്ളക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതൊന്ന് പരിശോധിക്കണമെന്ന് തോന്നി. അതിൽ പറഞ്ഞേക്കണത് യഥാർത്ഥത്തിൽ 3 തരത്തിലാണ് ഈ ഫണ്ട് തട്ടിയെടുത്തു എന്ന് പറഞ്ഞേക്കണത്. ഒന്ന്, 2016 കൊല്ലപ്പെട്ടിട്ടുള്ള ധൻരാജ് രക്തസാക്ഷി ഫണ്ടുണ്ട്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. അത്തരത്തിൽ ധൻരാജ് രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട് 1.04 കോടി രൂപ പിരിച്ചു. അപ്പോൾ 1.04 കോടി രൂപ പിരിക്കുകയും അതിൽ നിന്ന്, അതായത് 1,04,00,000 രൂപ പിരിക്കുകയും അതിൽ നിന്ന് 46.58 ലക്ഷം രൂപ ബാക്കി വേണം, പക്ഷേ ഇത് കാണാനില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ ആരോപണമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് 2017 ഉദ്ഘാടനം ചെയ്തിട്ടുള്ള CPM ഏരിയ കമ്മിറ്റി ഓഫീസുണ്ട്. ആ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ നിർമ്മാണ ഫണ്ടിൽ അതിൽ നിന്ന് പിരിവെടുത്തിട്ടുള്ള 70.5 ലക്ഷം രൂപയും പലിശ ഇനത്തിലെ 85,274 രൂപയും കൂടി കാണാനില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നൊരു കാര്യം. ഇനി അടുത്തത്, അതായത് 2 തട്ടിപ്പുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കഴിഞ്ഞത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 2021 തെരഞ്ഞെടുപ്പ് ഫണ്ട്, ആ തെരഞ്ഞെടുപ്പ് ഫണ്ട് TI മധുസൂദൻ്റെ നേതൃത്വത്തിൽ വ്യാജ രസീത് അച്ചടിച്ചു വന്നു. അങ്ങനെ 8 രസീത് ബുക്കുകളാണ് അച്ചടിച്ചത്. അതിൽ യഥാർത്ഥ രസീത് ബുക്കുകൾക്ക് പകരം 2 വ്യാജ ബുക്കുകൾ ഹാജരാക്കി 6 വ്യാജ രസീത് ബുക്കുകൾ കണ്ടെത്തിയില്ല എന്നുള്ളതാണ്. അതായത് 3 തരത്തിൽ അദ്ദേഹം പണം മോഷ്ടിച്ചു. ഒന്ന്, നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും ആദ്യം, അത് വളരെ ഗുരുതരമായ ആരോപണമാണ്, 2017 ധൻരാജ് രക്തസാക്ഷി ഫണ്ട്, അത് 2016 കൊല്ലപ്പെട്ടതാണ്. അതിൽ നിന്ന് 46.58 ലക്ഷം രൂപ കാണാനില്ല എന്നുള്ളത്. പിന്നെ കൂടാതെ നമുക്കെല്ലാം പറയുന്ന പോലെ 70 ലക്ഷത്തിലധികം രൂപ ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവുമായി, അതായത് പണിതവുമായി ബന്ധപ്പെട്ട് ഉള്ള ഫണ്ട് കാണാനില്ല എന്നുള്ളത്. പിന്നെ മൂന്നാമത്തേത് 2021 തെരഞ്ഞെടുപ്പിലാണ്. ഇതിൽ ആദ്യമേ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ 2021 തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ഫണ്ട് പിരിവ് നടത്തുന്നതിലൊന്നും കൃത്യമായ ഒരു കണക്കുകളും ഒരു രാഷ്ട്രീയ പാർട്ടികളും തന്നെ വെക്കാറില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിലവുകളൊക്കെ തന്നെ കൃത്യമായിട്ട് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പ് ചിലവുകളൊന്നും നടത്താൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് ചിലവുകൾ, ഒരു MLAയുടെ തെരഞ്ഞെടുപ്പ് ചിലവുകൾക്ക് ഒരു ബാറുണ്ട്. 35-40 ലക്ഷം രൂപയാണ് ആകെ ചിലവഴിക്കാൻ കഴിയുന്നത്. ഒരു MPക്ക് അത് 90-95 ലക്ഷം രൂപ, 90 ലക്ഷം രൂപ വരെയാണ്. അപ്പോൾ ഇത്തരത്തിൽ രൂപ മാത്രമേ ചിലവഴിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. അരിയാഹാരം കഴിക്കുന്ന, മൂക്ക് താഴോട്ടിരിക്കുന്ന എല്ലാവർക്കും അറിയാം, വളരെ കൃത്യമായി. ഗോതമ്പ് കഴിക്കുന്നവർക്ക് പോലും അറിയാം. കാരണം അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പും ഇന്ത്യയിൽ എങ്ങും നടക്കുന്നില്ല. കാരണം പലപ്പോഴും കണക്ക് കൊടുക്കുന്നത് പോലും വ്യാജമായിട്ടുള്ള കണക്കാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിർബന്ധ ബുദ്ധിയെ കൊടുക്കേണ്ടി വരികയാണ്. AB വാജ്പേയി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മളത് കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഏറ്റവും ആദ്യം പാർലമെൻ്ററി ലൈഫ് തുടങ്ങുന്നത്. കാരണം തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഇത്രയേ ചിലവാക്കിയുള്ളൂ എന്ന് പറഞ്ഞൊരു കള്ളത്തരം കാണിച്ചുകൊണ്ടാണെന്നാണ്. കാരണം അതിനേക്കാൾ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞതൊരു നിയമസഭയിലേക്ക് വേണ്ടി 2 കോടിയോ 3 കോടിയോ ഒക്കെ ചിലവാക്കും. പക്ഷേ 35-40 ലക്ഷം രൂപയിൽ കൂടുതൽ ചിലവാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയോഗ്യനാക്കപ്പെടും. 1 രൂപ കൂടുതൽ ചിലവാക്കാൻ പറ്റില്ല. അതുപോലെ ഈ ലോക്സഭയിലേക്കും അതുപോലെ തന്നെയാണ്. 60, 65, 70 ലക്ഷം രൂപ ചിലവാക്കി എന്നൊക്കെ പറഞ്ഞാണ് പല സ്ഥാനാർത്ഥികളുടെയും കണക്കുകളൊക്കെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും കൃത്യമായി രസീത് സൂക്ഷിക്കലോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും നടക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.
പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വലിയൊരു വാർത്തയാക്കി മനോരമയും അതുപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളും തന്നെ വളരെ കൃത്യമായി CPM-നെതിരെ ഇപ്പോൾ ആഞ്ഞടിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ കണ്ടു. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് ചമ്പൽക്കാട്ടിലൊക്കെ കൊള്ളക്കാരേക്കാൾ വലിയ കൊള്ളക്കാരാണ്, എല്ലാവരും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആളുകളാണ് CPM-ലുള്ള 5.5 ലക്ഷം പേരും എന്നുള്ളൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. കരുവന്നൂർ സഹകരണ ബാങ്കിലൊക്കെ തന്നെ വലിയ കൊള്ളയാണ് നടന്നത് എന്ന് പറയുന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇതിലും ചിലപ്പോൾ ഇത് നടന്നിട്ടുണ്ടാകാം എന്ന് പറയുന്ന കാര്യത്തിനൊന്നും എനിക്കെതിരെ അഭിപ്രായമില്ല. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതല്ലാതെയും നിരവധി വാർത്തകൾ വരാറുണ്ട്. ഇപ്പോൾ വിജയൻ എന്ന് പറയുന്ന ഒരാൾ, നമുക്കറിയാം വയനാട്ടിലെ ജില്ലാ ട്രഷററായിരുന്നു DCCയുടെ. അദ്ദേഹവും മകനും കൊല്ലപ്പെട്ടത് എങ്ങനെയാണെന്നറിയാം. അദ്ദേഹം മകന് വിഷം കൊടുത്ത് കൊന്നതിന് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നിരവധി ആളുകളിൽ നിന്ന് സഹകരണ ബാങ്കിലേക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് 25 ലക്ഷം രൂപ വീതം മേടിക്കുകയും ആ മേടിച്ച പണമൊക്കെ അവിടുത്തെ ND അപ്പച്ചനും അതുപോലെ ചില IC ബാലകൃഷ്ണൻ പോലെയുള്ള ആളുകളൊക്കെ തന്നെ കൈക്കലാക്കുകയും, എന്നാൽ ഇദ്ദേഹം ലാസ്റ്റ് ഇദ്ദേഹത്തിൻ്റെ വീട് തന്നെ പണയം വെച്ചുകൊണ്ട് പണയപ്പെടുത്തിക്കൊണ്ട് ആ പണത്തിൽ കുറേ തിരിച്ചു കൊടുക്കേണ്ടി വരികയും ചെയ്ത അവസ്ഥയാണെന്ന് നമുക്കറിയാം. അതിനുശേഷം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ പോലും പാർട്ടി ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ് പാർട്ടി നേതാക്കന്മാരെ മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, അവർ സഹായിച്ചില്ലെങ്കിൽ മാത്രമേ നിങ്ങളത് പുറത്തുവിടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ആത്മഹത്യാക്കുറിപ്പും കത്തുമൊക്കെ എഴുതി വെച്ചു. ഏറ്റവും ഒടുവിൽ അതാകെ പ്രശ്നമായപ്പോൾ നമുക്കെല്ലാം ഓർമ്മയുണ്ട്, ഏതാണ്ട് 1 കോടി രൂപയിൽ താഴെ വരുന്ന അവരുടെ ബാധ്യതകൾ KPCC അടച്ചു തീർത്തു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതൊന്നും തന്നെ വലിയ തോതിൽ വാർത്തയായില്ല എന്നുള്ളത് അവിടെ നിൽക്കുകയാണ്. ഇനി ഈ വാർത്തയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നുള്ളത് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ 3 ആരോപണങ്ങളാണ് ഇദ്ദേഹം ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം മറ്റൊരു ആരോപണം കൂടി ഉന്നയിച്ചിട്ടുണ്ട്. അതായത് 20 കോടി രൂപ പാഴ്സ്ഥലം മേടിച്ചുകൊണ്ട് ഇത് വേസ്റ്റാക്കി എന്ന് പറയുന്ന ആരോപണമൊക്കെ തന്നെ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൻ്റെ വസ്തുത എന്താണെന്നുള്ളത് മനോരമയുടെ റിപ്പോർട്ടിൽ നിന്ന് തന്നെ കൃത്യമായി വായിച്ചാൽ വരികൾക്കിടയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വരികൾക്കിടയിലൂടെ വായിക്കേണ്ട റിപ്പോർട്ട് ഇതാണ്: ബാങ്കിന് കുഞ്ഞികൃഷ്ണൻ പുറത്താകുമെന്ന് ഉറപ്പ്, ബാങ്കിന് പാഴ്നിലം വാങ്ങി 20 കോടി നഷ്ടമാക്കിയെന്ന് കുഞ്ഞികൃഷ്ണൻ. എന്ന് പറഞ്ഞാൽ കുഞ്ഞികൃഷ്ണൻ ഒരുപാട് ആരോപണങ്ങളാണ് ഉന്നയിച്ചേക്കുന്നത്, ഈ ഒരൊറ്റ ആരോപണമല്ല. ഇതൊക്കെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നറിയില്ല, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ചില കാര്യങ്ങളുണ്ട്. ഇത് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ളതാണ് എൻ്റെ വാദം. അത് ഞാൻ കൃത്യമായി നിങ്ങളോട് പറയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അരികെ നിൽക്കെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MLA-യുമായ TE മധുസൂദനെതിരെ 1 കോടി രൂപയുടെ ധനാപഹരണം ആരോപിച്ച് ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടി ഉറപ്പായി. മുൻ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് ഇതെല്ലാം അറിയാമായിരുന്നെങ്കിലും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുവെന്ന ആരോപണത്തോടുകൂടി പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലായി. അതായത് മനോരമ തീരുമാനിച്ചു പാർട്ടി നേതൃത്വം പ്രതിക്കൂട്ടിലാണ്. ധനാപഹരണം നടന്നുവെന്ന് സമ്മതിച്ചാൽ നേതൃത്വം ആകെ വെട്ടിലാവും. കണക്ക് അവതരിപ്പിക്കാൻ വൈകിയ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂവെന്നും അതിന് കാരണക്കാരായവർക്കെതിരെ നടപടിയെടുത്തുവെന്നാണ് CPM ഇതുവരെ വിശദീകരിച്ചത്. ഇനി അത് മാറ്റിപ്പറയാനാവില്ലെന്ന് വന്നതോടെ കുഞ്ഞികൃഷ്ണനെ കൈയൊഴിയുകയാണ് CPM-ന്റെ മുന്നിലുള്ള സുരക്ഷിത മാർഗം. ഇതെല്ലാം തന്നെ മനോരമയുടെ വേർഷനാണ്. ഇതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മനോരമയാകുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 2017 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. സാമ്പത്തിക അപഹരണം നടത്തിയവർ കുറ്റക്കാരല്ലെന്ന് കമ്മീഷൻ വെച്ച് പറയിപ്പിച്ചതും പരാതിപ്പെട്ട തന്നെ വേട്ടയാടുന്നതുമാണ് കുഞ്ഞികൃഷ്ണനെ ചൊടിപ്പിച്ചത്. മധുസൂദനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ, നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, മധുസൂദനെ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന സൂചന ലഭിച്ചതോടുകൂടെയാണ് പരസ്യ പ്രതികരണം. വരവ് ചെലവ് കണക്ക് യഥാസമയം അവതരിപ്പിച്ചില്ലെന്ന പേരിലാണ് മധുസൂദനും മറ്റ് 4 പേർക്കുമെതിരെ പേരിന് നടപടിയെടുത്തത്. പേരിന് എന്നുള്ളത് മനോരമയുടെയാണ്, നടപടിയെടുത്തു. കൂട്ടത്തിൽ പരാതിക്കാരനും കണക്ക് ഓഡിറ്റ് ചെയ്ത ആളുമായ കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. അതായത് ഈ പരാതി ഇപ്പോൾ ഉന്നയിക്കുന്ന കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. മധുസൂദനെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. അതായത് TA മധുസൂദനെ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അതുപോലെ തന്നെ ഈ കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി. ആ മാറ്റിയതിൽ പ്രതിഷേധിച്ച് 8 മാസം പാർട്ടിയുമായി അദ്ദേഹം അകന്നു നിന്ന കുഞ്ഞികൃഷ്ണൻ നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് തിരിച്ചെത്തിച്ചത്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം തന്നെ, ഈ പരാതി ഉന്നയിക്കുന്ന മധുസൂദനൻ തന്നെ 8 മാസമായിട്ട് പാർട്ടിയുമായിട്ട് വലിയ അകൽച്ചയിലായിരുന്നു. പക്ഷേ നേതാക്കൾ എന്ത് ചെയ്തു? ഇടപെട്ട് തിരിച്ചെത്തി കഴിഞ്ഞ സമ്മേളനത്തിൽ ഈ കുഞ്ഞികൃഷ്ണൻ ജില്ലാ കമ്മിറ്റിയിൽ കൂടി ഉൾപ്പെടുത്തി. അതായത് അതേവരെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി പോലും ആയിരുന്നില്ല. അപ്പോഴും ധനാപഹരണക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറിയില്ല.
CPM നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ റൂറൽ ബാങ്കിന് 20 കോടി മുടക്കി ചതുപ്പ് നിലം വാങ്ങിയതിനെക്കുറിച്ചുള്ള ആരോപണവും EP ജയരാജൻ BJP നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതുമെല്ലാം ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് 8 മാസമായി, 1 കൊല്ലമായിട്ട് ഇദ്ദേഹം വിവിധ തരത്തിൽ ഈ പറയുന്ന പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നു എന്നും പാർട്ടിയിൽ തന്നെ നിരവധി വിമർശനങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും ഇദ്ദേഹം വലിയ തോതിൽ അസംതൃപ്തനായിരുന്നുവെന്നും ചുരുക്കം. അതായത് ഇത് മനോരമയുടെ റിപ്പോർട്ട് തന്നെയാണ് വായിക്കുന്നത്. ഇനി അടുത്തത്, പാർട്ടിയിലെ വിവരം ചോർത്തുന്നുവെന്ന പരാതിയും കുഞ്ഞികൃഷ്ണനെതിരെ ഉന്നയിക്കപ്പെട്ടു. കാര്യം നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടാവുമല്ലോ. ഇതോടെ ഇദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെ പുസ്തക രചനയിലായിരുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് കഴിഞ്ഞ 2017 മുതൽ തന്നെ പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുന്ന, കഴിഞ്ഞ ഏതാണ്ട് 1 കൊല്ലമായിട്ട് ഇദ്ദേഹം ഇതിന് പാർട്ടിയുമായിട്ട് സഹകരിക്കാത്ത, അതായത് ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ തന്നെ പങ്കെടുക്കാത്ത വി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ ആരോപണമാണിത് എന്നുള്ള കാര്യം കൂടി നിങ്ങളെല്ലാവരും അറിയണം. ആരോപണങ്ങൾ ശരിയാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം ഏറ്റവും ആദ്യമേ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലും, അതായത് 2017 മുതൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. മധുസൂദനെ അടുത്ത തെരഞ്ഞെടുപ്പിലും മത്സരിക്കുമെന്ന സൂചന ലഭിച്ചതോടെയാണ് പരസ്യ പ്രതികരണം. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തിപരമായിട്ടുള്ള ചില അജണ്ടകളുണ്ട്, അല്ലാതെ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ മാത്രമുള്ള ഒരു തുറന്നു പറച്ചിലല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് CPMലുള്ള എല്ലാ മെമ്പർമാരും വളരെ ക്ലീൻ ആണെന്നോ, അവരാരും ഒരു അഴിമതി നടത്തിയിട്ടില്ലെന്നോ, ഇപ്പോൾ ഈ മധുസൂദൻ എന്ന് പറയുന്ന ആൾ തന്നെ ചിലപ്പോൾ ഇത് ചെയ്തിട്ടില്ലെന്നോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ CPMനെതിരെ എന്തെങ്കിലും കിട്ടുമ്പോൾ നേരെ ഈ പറയുന്ന പോലെ കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന മാധ്യമങ്ങൾ ഈ റിപ്പോർട്ട് കൂടി വായിക്കുകയും ഈ റിപ്പോർട്ടിൻ്റെ അണ്ടർലൈനായി ഉള്ളിലടങ്ങിയിരിക്കുന്ന വരികൾക്കിടയിലൂടെ വായിച്ചാൽ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യവും കൂടി അറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള അല്ലെങ്കിൽ വ്യക്തിവൈരാഗ്യങ്ങൾ കൊണ്ടുള്ള ഒരു ആരോപണം കൂടിയാണ് എന്നുള്ളതാണ്. അത് മറച്ചു വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിങ് സത്യസന്ധമല്ല എന്ന് മാത്രമേ തൽക്കാലം ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ.